എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്റർടൈൻമെന്റ് കീഴിലെ ഇത്തിരി റിയാക്ഷനാണ്. സലാർ സിനിമയുടെ പ്രൊമോഷൻ വർക്കുകൾ വളരെ ഗംഭീരമായി നടന്നുകൊണ്ടിരിക്കുന്നു. ചില ഇടങ്ങളിൽ ചില ഇൻ്റർവ്യൂസൊക്കെ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. അതിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതൊന്നും നമ്മൾ നോക്കുന്നില്ല. ഒറ്റ കാര്യം മാത്രം നോക്കൂ. എന്താണ്? നമ്മുടെ സ്വന്തം പൃഥ്വിരാജ് ആളെക്കുറിച്ച് നമ്മുടെ പ്രശാന്ത് നീൽ പറയുന്നതും കാര്യങ്ങളൊക്കെ ഒരു ട്രോളായിട്ട് വന്നിട്ടുണ്ട്. PK ട്രോൾസ്. ഓക്കെ, ഒരുപാട് പേര് അയച്ചിട്ടുണ്ടായിരുന്നു. പൃഥ്വിരാജ് ഇല്ലാതെ ഒന്നും നടക്കൂലായിരുന്നു. അതെ, പൃഥ്വിരാജ് ഒരു നടൻ എന്നുള്ള രീതിയിൽ മാത്രമല്ല, ഒരു ഡയറക്ടർ എന്നുള്ള രീതിയിലുള്ള ആ ഒരു വിഷനും കൂടി ഭയങ്കരമായിട്ട് ഗുണം ചെയ്തിട്ടുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവരും ഭയങ്കര കമ്പനിയാണ്, ഫ്രണ്ട്സാണ്, തിക്ക് ഫ്രണ്ട്സാണ്. ഓക്കെ, ആള് തന്നെ പറയുന്നുണ്ട് ആടുജീവിതം കാരണം ചെയ്യാൻ പറ്റൂല എന്ന് ഉറപ്പിച്ച് പറഞ്ഞതാണെന്ന്. എന്നിട്ട് പോലും അതിനുവേണ്ടി വെയിറ്റ് ചെയ്തതാണ് പൃഥ്വിരാജ് വരാൻ വേണ്ടിയിട്ട്. എന്തായാലും കാണാം. യെസ്, അപ്പോൾ എന്തായാലും ട്രോൾ വീഡിയോ കാണാം. കൈത്തളകൾക്ക് വേണ്ടിയും കഷ്ണങ്ങൾക്ക് വേണ്ടിയും പോരാടിയത് മതി. എന്റെ കൺമുന്നിലുള്ളതെല്ലാം എനിക്ക് വേണം. ജോഷം അടങ്ങിയോ കുറച്ച്? എന്നാലും ഇനി പറ. Now, you bring Prithviraj into this movie and he's a big star as well. How did you blend that persona into this? ഡോക്ടറെ ഉള്ളത് പറയാനുണ്ട്. ഡോക്ടർക്ക് വിടാനുണ്ടോ? എന്താ പറയട്ടെ? പറയൂ. So we needed an actor. More than the star and everything else, we needed a phenomenal actor for Varatharajamanna. And the friendship that we wanted to show and them turning into enemies. അതോർക്കുമ്പോഴാണ് നമുക്ക് സങ്കടം. உலகத்திலே ஆபத்தான எதிரி யார் தெரியுமா? உன்னை பத்தி எல்லாமே தெரிஞ்ச உன்னோட நண்பன் தான். We wanted somebody that translated to have that love and that hatred. For a long period of time we were thinking who should we get right. എന്നിട്ട് പിന്നീട് എന്ത് സംഭവിച്ചു? പിന്നീട് എന്താണ് ഉണ്ടായെന്ന് വെച്ചാല് A lot of suggestions that we should bring somebody from the Hindi film fraternity. ആഹാ, അങ്ങനെയൊന്നും ഉണ്ടായിട്ടുണ്ടോ? ഈ രവി ഒരുപാട് സങ്കീർണമായ ഭാവങ്ങൾ പ്രകടിപ്പിക്കുന്ന കഥാപാത്രമല്ലേ? ആ സങ്കീർണത എഴുതി ഉണ്ടാക്കിയത് ഞാനല്ലേ? അപ്പോൾ അതിൽ ആര് അഭിനയിക്കണം എന്ന് തീരുമാനിക്കാനും എനിക്ക് സാധിക്കും. There's one name that always popped up in my head, but I thought I was dreaming too much. At that point of time, I wanted Prithviraj to be in it. നീ നിനക്ക് ഇഷ്ടമുള്ളവരെ കൊണ്ട് അഭിനയിപ്പിച്ചു, ഞാൻ മുടക്കം പണം. And we pursued him for a period of time. I thought he was not going to do the movie after listening to the script. അല്ല, ഇഷ്ടായില്ലേ വേണ്ട പോവാ. പക്ഷെ അത് കൂടെ വെച്ച് പറയണ്ട. പറയും വേണ്ട, ഞാൻ പറയും. But he absolutely loved it. ഇഷ്ടായി? എനിക്ക് ഇഷ്ടായി. ഒരു കാര്യം ഞാൻ ബേജാറായി പോസ്റ്റാ. He's not playing second fiddle in this movie, but at the same time, Deva is doing everything. That I think was going to be difficult for me to convince him. He loved the script. എടി, അവന്റെ ഏത് ആഗ്രഹത്തിനാണ് ഞാൻ ഇന്നുവരെ എതിര് നിന്നിട്ടുള്ളത്? എനിക്കാണെങ്കിൽ ഇത് കേട്ടപ്പോഴേ സന്തോഷമായി. ഇതിൽ കൂടുതൽ നീ എന്താ വേണ്ടേ? I think your selection is absolutely right. അപ്പൊ നമ്മുടെ അണ്ണന് ഏത് കച്ചവടം വഴങ്ങുന്നു ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായേ. മറ്റൊരു സത്യം കൂടി വെളിപ്പെടുത്താൻ ഉദ്ദേശിച്ചു. I started realizing very fast that he's thinking like a director. He's absolutely colossal. He is probably one of the biggest reasons, apart from Prabhas, that I'm confident of the movie today. അഭിമാനം തോന്നുന്നു. Not just because of his screen presence and his acting and everything else, but he was like the most perfect assistant director. അപ്പൊ നിങ്ങൾ പറഞ്ഞൊക്കെ സത്യമായിരുന്നല്ലേ? നിങ്ങൾ ആള് കൊള്ളാട്ടോ. നാട്ടുകാർ നാറുകൾ ഇത് വല്ല അറിയുന്നുണ്ടോ? The kind of suggestions that he made from a creative point was absolutely brilliant. നിങ്ങൾ ഈ നാടിന്റെ അഭിമാനമാണ് രമേശ് നായർ. എനിക്ക് അഭിനന്ദിക്കാൻ വീണ്ടും വാക്കുകൾ കിട്ടുന്നില്ല. Absolutely brilliant. And I can't thank him enough for doing a Salar. ധീരന്മാരെ അഭിനന്ദിക്കാൻ ഈ ദാമോദരക്ക് എന്ന് സന്തോഷമുള്ളൂ. ഇവനെ വിട്ട് കളയരുത്. താണ്ടെ ഇങ്ങനെ ഷർത്ത് പിടിച്ചു ലക്ഷത്തിൽ ഒന്നേ കാണും ഇതുപോലൊരു ഐറ്റം. And Salar is definitely about Prabhas and Prithviraj. Flashback.
അതെനിക്ക് ആ സിനിമ ചെയ്യാൻ പറ്റില്ല എന്ന് വിചാരിച്ച ആളാണ് ഞാൻ പ്രശാന്തിനെ വിളിച്ചു പറഞ്ഞു, പ്രശാന്ത് ഇത് ഞാൻ വീണ്ടും ആടുജീവിതത്തിന് പോകും, പിന്നെ എനിക്കത് ചെയ്യാൻ പറ്റില്ല. നീ ഇറങ്ങണം, നീ വരണം, നീ ഇറങ്ങിയാലേ വല്ലതൊക്കെ നടക്കും. പക്ഷെ പിന്നെ അറ്റ് വൺ പോയിന്റ് പ്രഭാസും പ്രശാന്തും ഹോംബാലെ ഫിലിംസും എല്ലാവരും എന്നാണ് തിരിച്ചു വരുന്നത്, ഇന്ന മാസമാണ്, എന്നാൽ ഇനിയും ബാക്കി സലാർ അപ്പൊ ഷൂട്ട് ചെയ്യാം. നിങ്ങൾ വാടാ. അവൻ വരണം, അവൻ വന്നാലേ ഇവിടുത്തെ പ്രശ്നങ്ങളൊക്കെ തീരും എന്ന് തീരുമാനിക്കുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ആ സിനിമയുടെ ഭാഗമാവുന്നത്. ഇങ്ങനെ പോലെ ഉണ്ടാക്കാൻ ഇത്ര വിദഗ്ധം മലപ്പുറം ജില്ലയിൽ വേറെ ഇല്ല. Konjam ange par karna. Salar cannot be without Prithviraj. I've come to that conclusion after watching. ഞാൻ ആരാ എന്താന്ന് ഇപ്പൊ പിടികിട്ടിയായിരിക്കും. Salar cannot be without Prithviraj. I've come to that conclusion after watching the movie. നിനക്ക് ശുക്രദശ തുടങ്ങി അർത്ഥം. ഭാഗ്യവാൻ. ആൻസാറിൽ കാൽക്കുലേറ്റർ വെച്ചുള്ള കണക്കുകൂട്ടലുകൾ വിലപ്പോവില്ല. ആൻസാർ ചുവന്നെരിയണം. അതുകൊണ്ട് തന്നെയാണ് ഒരു കണക്കുകൂട്ടലിലും പെടാത്ത ഒരുത്തനെയും കൊണ്ടുവന്നത്. ഇനി നടക്കാൻ പോണ മുള്ളിക്കളിയുള്ള നമ്മളല്ല കേട്ടാ, നമ്മളിവരുണ്ടാ ഫ്രീ. അപ്പൊ നടക്കട്ടെ, നല്ല ഈരിവട്ടായി. ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, സംഭവം പൃഥ്വിരാജിനെ കുറിച്ച് ഇനി നമ്മളെന്തെങ്കിലും പറയേണ്ട കാര്യമുണ്ടോന്ന് ഒരു കാര്യമില്ല. പക്ഷെ ഈ ഒരു കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത് എന്താ അറിയോ, ഞാൻ എപ്പോഴും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞില്ലേ, തള്ളൊക്കെ തള്ളും, പക്ഷെ പല കാര്യങ്ങളും കറക്റ്റ് ആയിരിക്കും, പിന്നീടാണ് മനസ്സിലാവുന്നത്. അതായത് ഒരു കൊല്ലം മുന്നേ പറഞ്ഞ കാര്യമാണ് ഇപ്പോഴാണ് അത് കറക്റ്റ് ആയിരുന്നു എന്ന് മനസ്സിലാവുന്നത്. അതാണ് ഒരു പ്രശ്നമുള്ളൂ, വേറെ ഒരു കുഴപ്പം നമ്മുടെ ഭാഗത്തുനിന്നില്ല. സംഭവം ഇപ്പോൾ പൃഥ്വിരാജിനെ കുറിച്ച് പറയുന്ന ഒരു ട്രോൾ വീഡിയോ ഇത് റിയാക്ഷൻ ചെയ്യാനാണ് നമ്മൾ ഇരുന്നത്. പക്ഷെ എൻ്റെ മനസ്സിലേക്ക് ഇതൊന്നുമല്ല ആ സമയങ്ങളിൽ വന്നത്. ഏതാണ് വന്നത്? എനിക്കിതിൽ ഇപ്പം തോന്നുന്ന കേട്ടോ, ഈ ട്രോള് കണ്ടപ്പോൾ ഇതിൽ സലാർ എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടറുണ്ട് പ്രഭാസ്, ദേവ എന്ന് പറഞ്ഞ കഥാപാത്രമുണ്ട് പ്രഭാസ്, സലാർ എന്നുള്ളതാണ് സിനിമയുടെ പേര്. പൃഥ്വിരാജ് പിന്നെ ദേവയുടെ ഫ്രണ്ട്. അപ്പോൾ ഈ നല്ല ഫ്രണ്ട്സ് എനിമീസായി എന്ന് ഇപ്പൊ ഇതിൽ പോലും പറയുന്നുണ്ട്. അത് ഇവരിങ്ങനെ എടുത്ത് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് എന്തുകൊണ്ടാണ് നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ ഇഞ്ചക്ട് ചെയ്യുന്നത്? അതാണ് നമ്മൾ ഇന്നലെ പറഞ്ഞൊരു സാധനമില്ലേ, കഴിഞ്ഞ ദിവസം ഇന്നലെ മിനിഞ്ഞാന്ന്, അത് തന്നെയായിരിക്കാനാണ് എനിക്ക് എൻ്റെ ഒരു അഭിപ്രായത്തില് ചാൻസ്. ആ സാധനം ഉണ്ടല്ലോ നമ്മളതിൽ പറഞ്ഞെന്താ, അതായത് ഈ സിനിമയുടെ ലാസ്റ്റ് ഘട്ടത്തിൽ ഇവർ എനിമീസായി മാറുന്നതും അതിന്റെ പാർട്ട് 2 അവർ തമ്മിലുള്ള ശത്രുത, അതായിരിക്കും സിനിമ എന്നുള്ള രീതിയിൽ ഒന്ന്. ഇനി അതല്ലെങ്കിൽ ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അതിലെ മറ്റു കഥാപാത്രങ്ങളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഇവർ രണ്ടുപേരും ശത്രുക്കളായി അഭിനയിക്കുന്നത് പോലെ ചെയ്യുമെന്നുള്ളതാണ്. എന്നാൽ അതല്ലാത്തൊരു ആശയമാണ് എനിക്കിപ്പോൾ കിട്ടിയത്. എന്താണ് ആശയം പറയും? ആ ഫ്രണ്ട്സ്, അത് പൃഥ്വിരാജും പ്രഭാസും ഒരുമിച്ചുള്ള കഥാപാത്രമല്ലേ, അതിനെ കുറിച്ച് അല്ലെങ്കിലോ? അതായത് നീ വേറെ ലോകത്തോട്ട് പോയോ? കേട്ടോ, രണ്ട് സുഹൃത്തുക്കൾ തമ്മിലുള്ള സൗഹൃദം, അതിനുശേഷം അവർ എനിമീസായി എന്ന് പറയുന്നു. നമുക്ക് ഇതില് ഇവർ രണ്ടുപേരുള്ള ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ച് മാത്രമേ ചിന്തയുള്ളൂ. എന്നാൽ ദേവയും സലാറും അവരുടെ സൗഹൃദം അവർ തമ്മിലാണെങ്കിലോ എനിമീസ് ആവുന്നത്? അതും പറയാൻ പറ്റില്ല. അതിന് വേറൊരു ക്യാരക്ടറോടെ ഉണ്ടെങ്കിൽ, രണ്ട് ക്യാരക്ടർ ഉണ്ട്. അതായത് ഒന്ന് പച്ച കുത്തിയ ആള് സലാറ്, അല്ലാത്തത് ദേവയാണ്. അപ്പോൾ ഇവർ രണ്ടുപേരും, അതായത് ഒരു പ്രഭാസത്തില് വില്ലനും ഒന്ന് നായകനും, ആ നായകന്റെ സുഹൃത്താര് പൃഥ്വിരാജും, ഇവർ രണ്ടുപേരും ഒരുമിച്ച് പിരിയുന്നില്ല. ഒന്നെങ്കിൽ അവർ രണ്ടുപേരും ഒരുമിച്ച് വില്ലന്മാരാവും. ആര്? പൃഥ്വിരാജും പ്രഭാസിന്റെ ദേവ എന്ന കഥാപാത്രം. മനസ്സിലായോ? അപ്പോൾ സലാറ് ഒന്നെങ്കിൽ നായകൻ, അല്ലെങ്കിൽ സലാറ് വില്ലൻ. ഇങ്ങനെ സാധ്യത ഉണ്ട്, എനിക്കിപ്പോ തോന്നിയത് അത്. ശരിയാ, അങ്ങനെയും വിചാരിക്കാട്ടോ. ക്യാരക്ടർ അവര് തമ്മിലുള്ള ശത്രുതയാണെങ്കിലോ? അതെ, നമ്മള് പൃഥ്വിരാജും ദേവയും തമ്മിലുള്ളത് മാത്രമാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഡയലോഗിൽ നിന്ന് അതാണല്ലോ നമ്മൾ ചെയ്യുന്നത്. ഇവരിപ്പോഴും പറയുന്നത് എന്താ, ഭയങ്കര സൗഹൃദത്തിലുള്ള രണ്ടുപേര് പിരിഞ്ഞിട്ട് എനിമീസായി മാറുന്ന കഥ എന്നുള്ളതാണ്. അത് പൃഥ്വിരാജ് ചെയ്യുന്ന കഥാപാത്രവും പ്രഭാസ് ചെയ്യുന്ന കഥാപാത്രവും ആയിരിക്കില്ല. അതെ, അതായത് പ്രഭാസ് രണ്ട് ക്യാരക്ടർ ചെയ്യുന്നുണ്ട്, ഡബിൾ റോളിലാണ്. അവര് തമ്മിലാണെങ്കിൽ സത്യം അവര് തമ്മിലും ആവാം. ഇല്ലെങ്കിൽ ദേവയും പൃഥ്വിരാജും ആണല്ലോ ഫ്രണ്ട്സ്. പൃഥ്വിരാജും സലാറും തമ്മിലുള്ളതാണെങ്കിലും അങ്ങനെ ആവാം. അതിനെ തോപ്പിക്കാൻ വേണ്ടി ദേവേനെ കൂട്ടുപിടിച്ചു കൊണ്ടിരുന്നതാവാം. എന്താ പറയുക, അതായത് ഒരാള് നായകൻ തന്നെയായിട്ട് നിൽക്കുന്നു, ആര്? പ്രഭാസിന്റെ ക്യാരക്ടർ. ഒരാള് വില്ലനും പ്രഭാസിന്റെ ക്യാരക്ടർ. അപ്പൊ പവർ കൂടിയില്ലേ?
അതായത് നായകൻ നല്ലത് ചെയ്യുന്ന, അതായത് നന്മ ചെയ്യുന്നവരാണല്ലോ നായകന്മാർ. അപ്പോൾ പ്രഭാസിൻ്റെ ദേവ, പൃഥ്വിരാജിൻ്റെ വരദരാജ് മന്നാർ, ഇവർ രണ്ടുപേരും ഒന്ന്. അതായത് അവർ നല്ല പക്ഷത്താണെങ്കിൽ അവർ നായകന്മാർ. അപ്പോൾ വില്ലൻ സലാർ. അപ്പോൾ സിനിമയുടെ പേരിട്ടിരിക്കുന്നത് വില്ലൻ്റെ പേരാണ്, സലാർ. ഇനി അങ്ങനെയല്ല, സലാർ നായകൻ, അതായത് നന്മയുടെ പക്ഷത്ത് നിൽക്കുന്നു. ഇവർ രണ്ടുപേരും തിരിഞ്ഞിട്ടുള്ളതാണെങ്കിൽ അവർ രണ്ടുപേരും വില്ലന്മാര്. സാധ്യത ഉണ്ട് കേട്ടോ. എന്ത് വേണമെങ്കിലും ഇപ്പൊ ചിന്തിക്കാം, നാളെ കഴിഞ്ഞ് വരെ ചിന്തിക്കാം. അല്ലെങ്കിൽ ഡബിൾ റോളിന്റെ ആവശ്യമില്ലല്ലോ. ഡബിൾ റോളിന്റെ പിന്നെ പറഞ്ഞു കേട്ടിട്ടുള്ളത്, അതായത് ട്രെയിലറിൽ അത് രണ്ടും ഒരുമിച്ച് കാണിക്കുന്നുണ്ട്. അതായത് ഇവിടെ പച്ച കുത്തിയുള്ള ആള് വേറെ ഉണ്ട്, അല്ലാത്ത വേറെ ഉണ്ടല്ലോ. ഞാനിപ്പോ ഡീകോഡിങ് ചെയ്തപ്പോഴേ ആ ഒരു സംഭവം മനസ്സിലേക്ക് വന്നു. ആളുടെ അച്ഛൻ ക്യാരക്ടർ ആയിട്ടാണ് ആദ്യം നമ്മൾ ഇതിന് പറഞ്ഞു കേട്ടിരുന്നത്. അതായിരുന്നു, അതായത് ദേവയുടെ അച്ഛനായിട്ടാണ് കാണിക്കുന്നത്. അതായത് എന്താ പ്രഭാസിന്റെ മറ്റൊരു ക്യാരക്ടർ. അങ്ങനെ അല്ല എന്നുള്ളത് തന്നെയാണ് ഇപ്പൊ കിട്ടുന്നത്. ഡീകോഡ് ചെയ്തിട്ട് കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ എന്തോ സംഭവം ഉണ്ട്. ഇല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷ പോലെയൊക്കെ തന്നെ ഉണ്ടാവും, അത്രേ ഉള്ളൂ. എന്താണെങ്കിലും ഇവരിങ്ങനെ ഇൻജെക്ട് ചെയ്യില്ലേ, മനഃപൂർവ്വം ഇങ്ങനെ എടുത്ത് പറയില്ല. അല്ല, അത് ഇൻജെക്ട് ചെയ്യുന്നത് ചിലപ്പം നമ്മള് നേരത്തെ പറഞ്ഞ അതായത് അങ്ങനെയൊന്നും അല്ല. അത് ഈ ശത്രുത എന്ന് പറഞ്ഞ സാധനം വന്നിട്ട് വീണ്ടും ഫ്രണ്ട്സ് ആവുന്ന സംഭവങ്ങളുണ്ടല്ലോ. അത് മറ്റൊരു അതിനു വേണ്ടിയിട്ടും ഇൻജെക്ട് ചെയ്യാം. ഇത് ഫുള്ള് ശത്രുക്കളായിട്ടാണ് ഇതിനകത്ത് വരാൻ പോകുന്നത്, ആദ്യത്തെ തുടക്കത്തിൽ ഇതൊന്നും അല്ലായിരിക്കും എന്നുള്ളത് കൊടുക്കാം. മറ്റുള്ള ഏത് വഴിക്ക് വേണമെങ്കിൽ ചിന്തിക്കാം കേട്ടോ നമുക്ക്. അതെ, അത് പക്കയായിട്ട് നമുക്കിപ്പോ തോന്നുന്ന സംഭവമാണ്. എല്ലായിടത്തും അത് പറയുന്നുണ്ട്. പിന്നെ ഇനി എന്താണെങ്കിലും 2 ദിവസം കൂടെ അല്ലേ ഉള്ളൂ, വെയിറ്റ് ചെയ്യാം. അപ്പൊ എന്തായാലും ഞങ്ങൾ പോവാണ്. മറ്റുള്ള വിശേഷങ്ങളായിട്ട് ഉടനെ കാണാം. ബൈ.